ചാരൂസ് കിച്ചൺ. സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, വേറെ നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്, അപ്പൊ കുറച്ച് മാറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വ്യൂവേഴ്സിനായിട്ട് ഇന്നൊരു പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുന്നത് ചബ്ലി കബാബ്. ചബ്ലി കബാബ് ഒരു പാകിസ്ഥാനി റെസിപ്പിയാണ്. കൂടുതൽ റെസ്റ്റോറന്റ് കഫേയിലൊക്കെ കാണുന്നതാണ്. അതായത് മിൻസ്ഡ് മീറ്റിൽ ഉണ്ടാക്കുന്നതാണ്. മിൻസ്ഡ് മീറ്റ് എന്ന് വെച്ചാൽ അരഞ്ഞിരിക്കും. അത് മീറ്റിൽ മട്ടൻ ആയിക്കോട്ടെ, ചിക്കൻ, ബീഫ് എന്തായിക്കോട്ടെ. അപ്പൊ ഈ മൂന്നെണ്ണം നമ്മൾ മിൻസ്ഡ് ആയിട്ട് എടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കബാബ്. ഒരു റൗണ്ട് ഷേപ്പില് സാൻഡ്വിച്ച്, ബർഗർ ഇതിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു കബാബാണ്. ഗ്രില്ല് ചെയ്യുന്ന വെച്ചാൽ കനലിൽ ഗ്രില്ല് ചെയ്യുന്നില്ല, പാനില് ജസ്റ്റ് ഷാലോ ഫ്രൈ, അതായത് കുറച്ച് എണ്ണയിൽ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്, വേവിച്ചെടുക്കുന്ന പരിപാടിയാണ് ചബ്ലി കബാബ്. വളരെ ഈസിയാണ്. കുറച്ച് നേരം അതൊന്ന് പുരട്ടി വെക്കാനുള്ള സമയം മാത്രം വരുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും ഒരു കബാബാണ്. പിന്നെ വെറുതെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്നി മയോണൈസിനോടൊപ്പം ഗ്രീൻ ചട്നി സോസ് ഇതിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റും, നാനിന്റെ കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? കബാബിന് ആവശ്യമുള്ളത് ബീഫ് 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇത് മിൻസ്ഡ് ബീഫാണ്. ഈ രീതിയിൽ തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ബീഫ് എല്ലില്ലാതെ ബീഫ് എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഗ്രൈൻഡർ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറില്ലേ, ഗ്രൈൻഡറിൽ ഇടുകയാണെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ കിട്ടും. മിക്സിയുടെ ജാറിലിടുമ്പോൾ കുറച്ച് ഇട്ടിട്ട്, നമ്മൾ ചെറിയ ജാറായിരിക്കും, ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ടിട്ട് കുറച്ചൊന്ന് നന്നായിട്ട് അടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ കൈകൊണ്ട് ഇങ്ങനെ മാഷ് ചെയ്യില്ലേ, നമ്മൾ പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്യുന്ന ആ ഒരു രീതി ആക്കിയെടുക്കണം. ഞാൻ കൈ കൊണ്ടൊന്ന് കാണിച്ചു തരാം. നന്നായിട്ട് മിക്സ് ചെയ്തിടാണിത്. അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു സവാള, ഒരു വലിയ സവാളനെ എടുത്തിട്ട് നന്നായിട്ട് ചെറിയ രീതിയിൽ ഫൈൻലി ചോപ്പ്ഡ് ആണിത്. അതായത് ചോപ്പർ ഉപയോഗിച്ച് വേണമെങ്കിൽ ചോപ്പ് ചെയ്ത്, ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഒരു ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ ആണ്, ഒരു വലിയ സവാള, ഒരു വലിയ ടൊമാറ്റോ നന്നായിട്ട് ചോപ്പ് ചെയ്യണം. കാരണം ഇത്രത്തോളം ഇങ്ങനെ മാഷ് ചെയ്തെടുക്കുമ്പോൾ, അതായത് ഇങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അതിനോടൊപ്പം ടൊമാറ്റോവും അതായത് സവാളയൊക്കെ കിടക്കുമ്പോൾ അറിയരുത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്യും. അപ്പോൾ അതിനൊപ്പം നിൽക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ വളരെ ചെറുതായി തന്നെ കട്ട് ചെയ്താന്ന് പറഞ്ഞത്. ഫൈനലി ചോപ്പ്ഡ് ആണിത്. അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക്, അത് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം, അരിഞ്ഞതായിരിക്കണം. ഒരു 1/2 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് വെച്ചാൽ ഒരു കൈപ്പിടി, എൻ്റെ ഈ ഒരു കൈപ്പിടി നിറച്ചുള്ള മല്ലിയില ചോപ്പ് ചെയ്തതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് വേണം. അപ്പോൾ ഇനി ഒരു ഒറ്റ മുട്ട, പിന്നെ ബാക്കി പൊടികളൊക്കെ ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഇട്ട് കൊടുക്കാം. പറഞ്ഞാലൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും 3 എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, ടൊമാറ്റോ. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ ആദ്യം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിടിക്കുകയോ അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ അടിക്ക് പിടിക്കുന്നൊന്നുമില്ല. എണ്ണ കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് എണ്ണമയം കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ചബ്ലി കബാബ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈസിയാണ്. ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്ക് മട്ടൺ കൊണ്ട് ഉണ്ടാക്കാം, ചിക്കൻ കൊണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് വേറൊന്നുമല്ല, നമുക്ക് ഉള്ളിയും പിന്നെ ടൊമാറ്റോ, മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു ഇതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനപ്പോൾ അത് നല്ല ഭംഗിയോടെ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഭംഗിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അല്ലേ? ബീഫ് മേടിക്കുമ്പോൾ അപ്പോൾ ഈ കബാബ് ഉണ്ടാക്കാൻ മറക്കണ്ട. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ പോലെ ബർഗർ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ ബർഗറിനുള്ളിൽ വെക്കുന്ന കബാബ് ഉണ്ടല്ലോ, അത് തന്നെയാണിത്. അപ്പോൾ അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.